തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. സ്കൂൾ ലീവ് ആയോണ്ട് വീട്ടിലിരിക്കുമ്പോ നല്ല ബോറടിയാ. അതുകൊണ്ടായിരിക്കും വന്നതല്ലേ. ഇനി നമുക്ക് രണ്ടുപേർക്കും ജോളിയായിട്ട് കളിക്കാം. പക്ഷെ വേണ്ട. അതെന്താ? നിനക്ക് ബോറടിക്കുന്നുണ്ടല്ലേ എന്നെ കളിക്കാൻ വിളിക്കുന്നത്. പക്ഷെ ഞാൻ നിന്നോട് കളിക്കുമ്പോ എനിക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞു. എന്താ കവിനെ പറയണേ? കവിൻ, നില സ്നേഹത്തോടെ നിന്നെ കളിക്കാൻ വിളിക്കുന്നല്ലേ, അതെന്താ വേണ്ടെന്ന് പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും കൂടെ കളിക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. അതെ കവിൻ, വാ നമുക്ക് കളിക്കാം. ശരി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വിക്രം വരും. ഇനിയിപ്പോ വിജിയെ എങ്ങാനും കണ്ട നിലമോളുടെ അമ്മ വിജിയാണെന്ന് മനസ്സിലാവില്ലേ? വിജിയുടെ അമ്മ ഞാനാണെന്ന് മനസ്സിലാവും. ഇതോടുകൂടി എല്ലാം കോളാവുന്ന തോന്നുന്നു. എന്താ ചെയ്യാം? എന്റെ ഭഗവാനെ, അങ്ങനെയൊന്നും സംഭവിച്ചേക്കല്ലേ. എങ്ങനെയെങ്കിലും ഇതിനൊരു പോംവഴി കാണണം. പക്ഷെ ഈ നേരത്തെ മനസ്സിലേക്കൊന്നും വരുന്ന പോലും ഇല്ലല്ലോ. ഭഗവാനെ, എന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതായോ? അയ്യോ, നിങ്ങൾ ഒരു മിനിറ്റ് ഇരിക്കെ, ഞാൻ വരാം. അമ്മേ, അമ്മേ, ഞാൻ വെറുതെ. എന്താ അമ്മേ? നീയായിരുന്നു വിജി. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എന്താ അമ്മേ? ആരെയാ പേടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? അതോ എന്നെ നോക്കി എന്തിനാ പേടിക്കുന്നേ? നിന്നെ കണ്ടിട്ടല്ല വിജി പേടി. നിന്റെ ഭർത്താവ് നിന്നെ കാണുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. അമ്മേ, കവിന്റെ അച്ഛൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഇന്ന് കഴിക്കാതിരിക്കുന്നത്. മുത്തശ്ശി, കവിന്റെ അച്ഛൻ വേഗം വരും. മുത്തശ്ശി അകത്തേക്ക് വാ. അയ്യോ, നിലമോൾ എന്താന്ന് അറിയാണ്ട ഈ പറയുന്നത്. അവനെങ്ങാനും വന്ന് എന്റെ ശ്വാസം പോലും നരച്ചു പോവും. അമ്മേ, അദ്ദേഹത്തിന് വല്ല ജോലി ഉണ്ടെങ്കിൽ വരാൻ വൈകില്ലേ? അമ്മ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ചെന്ന് എന്തെങ്കിലും കഴിക്കേ. വാ. ശരി മോളെ, ഞാൻ കഴിച്ചോളാം. മോള് ചെന്നോ. ശരി, ഞാൻ ചെല്ലട്ടെ. അയ്യോ, വിക്രമാണെന്ന് തോന്നുന്നുണ്ടല്ലോ ഈശ്വര. ദൈവമേ, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാത്തോളിനെ ഭഗവാനെ, എനിക്കൊന്നും അറിയില്ലേ. ആ മോൻ വന്നോ? മോൻ വരില്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാതൊക്കെ തന്നെ നിൽക്കുമായിരുന്നു. അതെയോ? എന്നോട് വെയിലത്ത് വരണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുന്നേ? അപ്പൊ ഞാൻ വെയിലത്ത് വരണ്ടെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ആ കാരണം കൊണ്ട് തന്നെയാ ഞാൻ ഇപ്പൊ ഈ വെയിലത്ത് നിൽക്കുന്നത്. എന്താ മനസ്സിലായില്ലമ്മേ? മനസ്സിലായില്ലല്ലേ? എനിക്കും നടക്കണത് എന്താ, നടക്കാൻ പോണത് എന്താന്ന് ഒരു ഐഡിയ ഇല്ല മോനെ. എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. ആ മോനെ, ഇത് ബിരിയാണിയാണോ? അതെ അമ്മേ. ഞാൻ നിലമോൾക്ക് കൊടുക്കാം. തന്നെ. നില എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടു കൊടുത്തോളാം. എന്റെ പേരക്കുട്ടി ഇപ്പോ ഉറങ്ങാ മോനെ. അതാ ഞാൻ പറഞ്ഞ, അവൾ ഉറങ്ങുവാണെങ്കിൽ പിന്നെ മോനെ എങ്ങനെ കാണും? മോനെ കാണാം, പക്ഷെ അവക്ക് കഴിയില്ലല്ലോ. അതാ വൈകുന്നേരം വരാൻ പറഞ്ഞ്. മോളെ കാണാൻ വേണ്ടി വന്നതാ. എന്നാ അതിന് പറ്റിയില്ല. അതിനിപ്പ എന്താ മോനെ, നീല മോളെ പോലെ തന്നെയല്ലേ. അവളെ എപ്പ വേണമെങ്കിലും കാണാലോ. എന്നാ ഇപ്പൊ പറ്റില്ല. അയ്യോ സോറി, പറ്റില്ല എന്ന് പറഞ്ഞത് മോള് ഉറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അതാ. ശരി അമ്മേ, ഞാൻ പിന്നെ വരാം. അമ്മ ഇത് കൊടുത്തേക്ക്. വരട്ടെ. ഈശ്വര, രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടെന്നോ? രക്ഷപ്പെട്ടെന്നല്ല മോനെ, മോന് കൊറേ ജോലി ഉള്ളതല്ലേ, അപ്പൊ പിന്നെ വന്നാ മതിയല്ലോ എന്ന് പറയായിരുന്നു. അപ്പൊ പിന്നെ രണ്ടുപേർക്കും തമ്മിൽ കാണാലോന്ന് പറയുമായിരുന്നു ഞാൻ. ശരി, മോൾ എണീക്കട്ടെ, ഞാൻ അപ്പൊ വരാം. തീർച്ചയായിട്ടും പറയാം മോനെ, പോയിട്ട് വാ. നിക്കേക്ക് വരാ വരാ. ഹായ് അച്ഛാ. കവിനെ, കവിൻ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ അച്ഛാ.
എടാ കവിനെ നിക്ക്. ഹായ് അങ്കിൾ. ആ, നില നീ ഉറങ്ങുമല്ലായിരുന്നോ? അമ്മേ ഞാനെപ്പോഴും ഉറങ്ങിയത്. അല്ല മോനെ, അവള് ഉറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. എന്നാ അവള് കവിൻ, നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതേ ഇല്ലല്ലോ മുത്തശ്ശി. നീ എങ്ങനെയാടാ വന്നത് പറയേ? ഞാൻ കൊറേ നേരം വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് വിജയാന്റിയുടെ വീട്ടില് കുറച്ചു നേരം കളിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതാ. വിജിയോ? അങ്കിൾ, ഇതാ എന്റെ അമ്മ വിജയലക്ഷ്മി. വിജയന്റി, നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ദാ ഈ നിൽക്കുന്നതാണ് എന്റെ അച്ഛൻ വിക്രം. ഇത് നിലയുടെ അമ്മ. അപ്പോ നില എന്റെ മോളായിരുന്നോ? അപ്പൊ കവിൻ എന്റെ മോനാണോ? എന്താ അങ്കിൾ, എന്ത് പറ്റി? നില നില ഇവളാണോ നിന്റെ അമ്മ? എന്തിനാ അങ്കിൾ ഇത്രയും ദേഷ്യപ്പെടണേ? ഇതാ എന്റെ അമ്മ. കവിൻ, ഇതാണോ നിന്റെ അച്ഛൻ? അതെ ആന്റി, ഇതാണ് എന്റെ അച്ഛൻ. ആന്റിക്ക് എന്താ ഡൗട്ടുള്ളത്? എടാ ദ്രോഹി, ഇത്ര വർഷം എന്റെ കുഞ്ഞിനെ എന്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്തിയത് നീയല്ലേ? നീയല്ലേ അകറ്റിയത്? ഇത്ര ദിവസം കവിൻ എന്റെ അടുത്തുണ്ടായിട്ടും ഇവൻ എന്റെ മകനാണെന്ന് അറിയാതെ പോയല്ലോ.